അഡ്വാൻസ്ഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ വരുന്ന ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ടൈപ്സ് ഓഫ് റിസ്കിനെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതിൽ സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്ന ഒരു പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ അതിൽ വരുന്ന രണ്ടാമത്തെ പാർട്ട് അൺസിസ്റ്റമാറ്റിക് റിസ്ക്കും മൂന്നാമത്തെ വരുന്ന അതർ ടൈപ്സ് ഓഫ് റിസ്ക്കും എന്തൊക്കെയാണെന്നുള്ളത് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അൺസിസ്റ്റമാറ്റിക് റിസ്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി എന്നതിൽ ടൈപ്സ് ഓഫ് റിസ്കിൽ ഒന്നാമത്തെ ഒരു റിസ്ക് പറഞ്ഞിരുന്നു സിസ്റ്റമാറ്റിക് റിസ്ക് എന്നുള്ളത്. അതിൽ നമ്മൾ മാർക്കറ്റ് റിസ്ക്കും അതേപോലെ തന്നെ പർച്ചേസിങ് പവർ റിസ്ക് എന്ന് പറയുന്ന രണ്ട് ടൈപ്സുകൾ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അൺസിസ്റ്റമാറ്റിക് റിസ്ക് ആണ് നോക്കുന്നത്. നേരത്തെ സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു ദി ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് എക്സ്റ്റേണൽ ടു ദി കമ്പനിയാണ്. ഒരു കമ്പനിയുടെ ഔട്ട്സൈഡ് ആയിട്ട് വരുന്ന ചില ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അത്തരത്തിലുള്ള റിസ്ക് അറൈസ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ അൺസിസ്റ്റമാറ്റിക് റിസ്കിൻ്റെ കേസിൽ ദി റിട്ടേൺസ് ഫ്രം സെക്യൂരിറ്റീസ് മേ വാരി ബിക്കോസ് ഓഫ് സെർട്ടൈൻ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഓൺലി ദി കമ്പനിയുടെ ഫാക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട്, ചില പ്രത്യേക ഫാക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ റിട്ടേൺസിൽ വാരി സംഭവിക്കുകയാണെങ്കിൽ അത്തരത്തിൽ വരുന്ന റിസ്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദറ്റ് ഈസ് നോൺ ആസ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. ഫോർ എക്സാമ്പിൾ, ഇറ്റ് അറൈസസ് ഫ്രം മാനേജീരിയൽ ഇൻഎഫിഷ്യൻസി. ഒരു കമ്പനിയിലെ മാനേജീരിയൽ ഇൻഎഫിഷ്യൻസിയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ചേഞ്ചസ് ഇൻ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഉണ്ടാകുന്ന ടെക്നോളജിക്കലായിട്ടുള്ള ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ചേഞ്ചസ് ഇൻ കൺസ്യൂമർ പ്രിഫറൻസ്, കൺസ്യൂമേഴ്സിൻ്റെ പ്രിഫറൻസിൻ്റെ ചേഞ്ചസിനെ ബേസ് ചെയ്തുകൊണ്ട്, ദെൻ അതേപോലെ ലേബർ ട്രബിൾ, ഇതേപോലെയുള്ള ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട്, ഒരു കമ്പനിയുടെ ചില പ്രത്യേകമായിട്ടുള്ള ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, റിട്ടേണിൽ വാരി സംഭവിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള റിസ്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. ഈ ഒരു അൺസിസ്റ്റമാറ്റിക് റിസ്ക് മേ ബി ഡിവൈഡഡ് ഇൻ ടു ദാറ്റ് ഈസ് ബിസിനസ് റിസ്ക് ആൻഡ് ഫിനാൻഷ്യൽ റിസ്ക്. ഓക്കെ, ബിസിനസ് റിസ്ക് എന്നും ഫിനാൻഷ്യൽ റിസ്ക് എന്നും രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ബിസിനസ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മെയിൻലി ബേസ്ഡ് ഓൺ ദി ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു കമ്പനിയുടെ, ഒരു ബിസിനസിൻ്റെ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ, അതായത് ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ, ഇന്റേണൽ ആയിട്ടുള്ള കണ്ടീഷൻസും അതേപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കണ്ടീഷൻസും കോസസ് എ ചേഞ്ചസ് ഇൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലും എക്സ്പെക്റ്റഡ് ഡിവിഡൻഡിലും ചേഞ്ചസ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു വേരിയേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദി വേരിയേഷൻ ഇൻ ദി എക്സ്പെക്റ്റഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻഡിക്കേറ്റ്സ് ബിസിനസ് റിസ്ക്. നമുക്കറിയാം, ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരത്തിലുള്ള എൻവയോൺമെൻറ്റ് ഉണ്ടാകും. ഇന്റേണൽ എൻവയോൺമെൻറ്റും അതേപോലെ തന്നെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റും. ഇന്റേണൽ എൻവയോൺമെൻറ്റ് മീൻസ് ഇറ്റ് ഈസ് ദി കണ്ടീഷൻ വിത്തിൻ ദി ഓർഗനൈസേഷൻ ആണ്. ഔട്ട്സൈഡ് ഓർഗനൈസേഷനിലെ കണ്ടീഷനെ നമ്മൾ എന്ത് പറയും? എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എന്ന് പറയും. ഈ ഒരു ഓപ്പറേറ്റിംഗ് കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ അതേപോലെ തന്നെ എക്സ്പെക്റ്റഡ് ഡിവിഡൻഡിൽ വേരിയേഷൻസ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ആണ് ഫിനാൻഷ്യൽ റിസ്ക്. ഫിനാൻഷ്യൽ റിസ്ക് ഈസ് മെയിൻലി അറൈസസ് ബിക്കോസ് ഓഫ് വാരിയബിലിറ്റി ഓഫ് പ്രോഫിറ്റ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡ്യൂ ടു ദി ഡെപ്റ്റ് ക്യാപിറ്റൽ. ഒരു സ്ഥാപനത്തിൽ ഡെപ്റ്റ് ക്യാപിറ്റൽ ഉള്ളതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു സ്ഥാപനത്തിലുള്ള പ്രോഫിറ്റിൽ വേരിയേഷൻസ് ഉണ്ടാകുന്നു. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ള പ്രോഫിറ്റിൽ, അവരുടെ ഡിവിഡൻഡിൽ വേരിയേഷൻസ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു ഓർഗനൈസേഷൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് അവിടെ ഇക്വിറ്റി ഷെയർ ഉണ്ടാകും, അതേപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ഉണ്ടാകും, ആൻഡ് ഓൾസോ ഡെപ്റ്റ് ക്യാപിറ്റൽ ഉണ്ടാകും. ഇവിടെ വരുന്ന ഡെപ്റ്റ് ക്യാപിറ്റലിന് ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാകും, അതേപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിന് അവിടെ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് ഉണ്ടാകും. അത് കൊടുത്തതിന് ശേഷം മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അത്തരത്തിൽ അവർക്കുള്ള ഡെപ്റ്റ് ക്യാപിറ്റലിനും അതേപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുള്ള ഏർണിങ്സ് കൊടുത്തതിന് ശേഷം മാത്രം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ആ ഒരു റിസ്കിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദി കമ്പനി. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡെപ്റ്റ് ക്യാപിറ്റൽ. ദി വേരിയേഷൻസ് ഇൻ ദി റിട്ടേൺ ഓഫ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സ് due to the presence of debt in the capital structure of a company is called financial risk. Okay, അപ്പോൾ ഇതാണ് എന്ത്? ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. ദി വേരിയേഷൻ ഇൻ ദി റിട്ടേൺ ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡ്യൂ ടു ദി presence of debt in the capital structure of the company is called financial risk. അപ്പോൾ ഇത്തരത്തിൽ അൺസിസ്റ്റമാറ്റിക് റിസ്ക് രണ്ട് തരത്തിൽ വരാം. ഒന്നുകിൽ ബിസിനസ് റിസ്ക് വരാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിസ്ക് വരാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടൈപ്സ് ഓഫ് റിസ്കിൽ മെയിൻ ആയിട്ട് വരുന്ന മൂന്നാമത്തതാണ് അതർ ടൈപ്സ് ഓഫ് റിസ്ക്. നമ്മൾ ഒന്നാമത്തെ സിസ്റ്റമാറ്റിക് പറഞ്ഞു, രണ്ടാമത്തെ അൺസിസ്റ്റമാറ്റിക്, ദെൻ മൂന്നാമത്തതാണ് അതർ ടൈപ്സ് ഓഫ് റിസ്ക്. ഇതിൽ രണ്ട് റിസ്കുകളാണ് വരുന്നത്.
ഒന്ന് ഡീഫോൾട്ട് റിസ്ക്കും മറ്റൊന്ന് വരുന്നത് എന്താണ് ലിക്വിഡിറ്റി റിസ്ക്കുമാണ്. ഡീഫോൾട്ട് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when the borrower fails to pay the interest and principal amount within the stipulated time, that is known as default risk. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡീഫോൾട്ട് റിസ്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ക്രെഡിറ്റ് റിസ്ക്. അതായത് സ്ഥാപനത്തിൽ നിന്നും ഫണ്ട് ബോറോ ചെയ്ത ആളുകൾ അവരുടെ ഫണ്ട് പ്രിൻസിപ്പൽ എമൗണ്ട് തിരിച്ചടക്കേണ്ട ഡേറ്റിനും അതേപോലെ തന്നെ യഥാസമയത്ത് ഇൻട്രസ്റ്റും പേ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത്തരം റിസ്കിനെ നമുക്ക് എന്ത് പറയാം, ഡീഫോൾട്ട് റിസ്ക് എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് കൊണ്ടാണ് ലിക്വിഡിറ്റി റിസ്ക് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ലിക്വിഡിറ്റി റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഇനബിലിറ്റി ടു മീറ്റ് ദി ലാബിലിറ്റീസ് ഓഫ് ക്രെഡിറ്റേഴ്സ് വെൻ ദേ വാണ്ട് ടു വിത്ഡ്രോ ദെയർ മണി. നമ്മുടെ ക്രെഡിറ്റേഴ്സ് ആവശ്യപ്പെടുന്ന സമയത്ത് അവർക്ക് അവരുടെ മണി തിരിച്ചു കൊടുക്കുവാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയാണ് എന്ത് പറയുന്നത്, നമ്മൾ ലിക്വിഡിറ്റി റിസ്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി ഇനബിലിറ്റി ടു മീറ്റ് ദി ലാബിലിറ്റീസ് ഓഫ് ക്രെഡിറ്റേഴ്സ് വെൻ ദേ വാണ്ട് ടു വിഡ്രോ ദെയർ മണി. ഓക്കെ, ഇതാണ് ലിക്വിഡിറ്റി റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതർ ടൈപ്സ് ഓഫ് റിസ്കിൽ മെയിൻ ആയിട്ട് രണ്ടെണ്ണം വരുന്നു, ഡീഫോൾട്ട് റിസ്ക് ആൻഡ് ലിക്വിഡിറ്റി റിസ്ക്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ടൈപ്സ് ഓഫ് റിസ്കിൽ മനസ്സിലാക്കേണ്ടത്. പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്